ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതി നൽകാൻ തദ്ദേശ സ്ഥാപന അധ്യക്ഷന് അധികാരം നൽകിയ സർക്കാർ ഉത്തരവിന്റെ നിയമസാധുതയിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ചല്ല ഉത്തരവെന്ന് ഡിവിഷൻ ബെഞ്ച്. ഈ കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി. കൃഷിക്കും മനുഷ്യജീവനും പ്രശ്നമുണ്ടാക്കുന്ന മൃഗങ്ങളെ വേട്ടയാടാൻ വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11-ാം വ്യവസ്ഥ പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ചുമതലപ്പെടുത്തിയ വ്യക്തിക്ക് ചില യോഗ്യതകൾ വേണം. എന്നാൽ വ്യക്തിയുടെ പേരോ യോഗ്യതയോ കൃത്യമായി വ്യക്തമാക്കാത്ത തരത്തിലുള്ള പൊതുവായ ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുകയും ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ വെടിവെക്കേണ്ടത് ആവശ്യമാണെങ്കിലും നിയമപ്രകാരമായിരിക്കണമെന്ന് കോടതി പറഞ്ഞു. തദ്ദേശ സ്ഥാപന അധികാരികൾക്ക് അധികാരം നൽകുമ്പോൾ ചുമതലപ്പെടുത്തുന്നവരുടെ യോഗ്യത ഉൾപ്പെടെ എങ്ങനെ ഉറപ്പാക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സത്യവാങ്മൂലമാണ് സർക്കാർ നൽകേണ്ടത്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ചല്ല ഉത്തരവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും നിർദ്ദേശം നൽകി. പുതിയ നയം കോടതിയെ 2 ആഴ്ചയ്ക്ക് ശേഷം അറിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഇടുക്കി വിഷൻ, കുമളി.